സ്വർഗസ്ഥനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു വിശുദ്ധ ദിവസമാണ്. പിതാവായ ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ദൈവസൃഷ്ടിയിൽ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം ശബാത്ത് ദിവസമാണ്, ശനിയാഴ്ച ദിവസമാണ്. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഒരു ജോലിയും ഒരു കൊടുക്കുവാങ്ങലും മറ്റ് യാതൊരു വ്യർത്ഥ കാര്യങ്ങളും ഒന്നുമില്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആത്മാവിനെ കളയാതെ നിത്യജീവൻ പ്രാപിക്കണം, കർത്താവിൻ്റെ വരവിങ്കൽ പോകുവാൻ ഈ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാൻ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്ത ആരും തന്നെ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടത്തില്ല. കർത്താവിൻ്റെ വരവ് മധ്യാകാശത്ത് വരുമ്പോൾ തൻ്റെ ദൂതന്മാരെ അയച്ച് 4 ദിക്കിലും ഈ ദൈവത്തിൽ പ്രവേശിച്ചവർ, ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ, ദൈവമക്കളായിട്ടുള്ളവർ മരിച്ചാലും ഉയർത്തെഴുന്നേക്കും. ഇപ്പോൾ ജീവിക്കുന്ന ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ഏതൊരു വ്യക്തിയും രൂപാന്തരം പ്രാപിച്ച് മധ്യാകാശത്ത് കർത്താവിനോടുകൂടെ കർത്താവിനെ എതിരേൽക്കുവാൻ പോകും. എതിരേറ്റ് ഇസ്രായേലിൽ യെരുശലേമിൽ ഒലിവുമലയിൽ കർത്താവിനോടൊപ്പം കർത്താവ് അവിടെ കാലുകെട്ടുമ്പോൾ തൻ്റെ വിശുദ്ധന്മാരും അവിടെ പ്രവേശിക്കും. അതുമുതൽ അവിടെയുള്ള ദുഷ്ടന്മാരെയൊക്കെ തകർത്ത് കളഞ്ഞ് ദൈവപുത്രൻ 1000 ആണ്ടൊരു ഭരണം അവിടെ സ്ഥാപിക്കും. അതിൽ തൻ്റെ ഭക്തന്മാരും പുത്രന്മാരുമൊക്കെ ലോകത്തെയും ദൂതന്മാരെയും വിധിക്കും എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ദൂതന്മാരെന്ന് പറയുമ്പോൾ അനുസരണക്കേടിൽ വീണുപോയ ദൂതന്മാരാണ്. അവരും ഈ ലോകത്തെയും വിധിക്കും എന്നാണ് 1 കോരിന്ത്യർ 6-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ എല്ലാവരും തയ്യാറാകണം. പലതരമായ ആരാധനകളും പല വ്യവസ്ഥകളും പല രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ക്രിസ്ത്യാനികളായാലും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരും അവർക്കൊന്നും ഇതും മനസ്സിലാകുന്നില്ല. ആത്മാവുണ്ടെന്നോ നിത്യജീവൻ ഉണ്ടെന്നോ, ആത്മാവിനെ കളയരുത്, ആ നിത്യജീവനെങ്കിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത് അറിയുന്നില്ല എന്ന് തോന്നുന്നു. കാര്യം ഈ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഈ 1000 ആണ്ട് ഭരണം കഴിഞ്ഞ് ഒരു ന്യായവിധിയുണ്ട്. അതിലേക്ക് ആരായാലും പോകേണ്ടി വരും. ആ ന്യായവിധിയിൽ പ്രവേശിക്കാതെ ഈ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ വലിയ കഷ്ടത അനുഭവിക്കേണ്ടി വരും. ഈ തലമുറ തന്നെ ഇത് കാണേണ്ടി വരും. കർത്താവിൻ്റെ വരവ് കാണും. ഏതു സമയം ഒരുങ്ങിയിരിക്കുക. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവർക്കാണ് ഈ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ കഴിയുന്നത്. അത് എബ്രായ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ദൈവപുത്രൻ ഇവിടെ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പലർക്കും പ്രത്യക്ഷരായി മേഘത്തിൽ എടുക്കപ്പെട്ടിട്ടുണ്ട്, ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ വരവുണ്ട്. ആ വരവ് ആ ദൈവപുത്രൻ തന്നെ വരുന്ന സമയം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങളെയും സമയങ്ങളെയൊക്കെ നോക്കുമ്പോൾ, ഈ ലോകത്തെ യുദ്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുക, തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്.